ക്വീൻ ബലി നൽകി വെറും 11 നീക്കങ്ങൾക്കുള്ളിൽ ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രഞ്ച് ഡിഫൻസിലെ ഒരു മനോഹരമായ ട്രാപ്പാണ്. ഓരോ നീക്കത്തിന്റെയും പിന്നിലെ ആശയം ലളിതമായി മനസ്സിലാക്കാം. വൈറ്റ് E4ലേക്ക് പാവനെ നീക്കി മധ്യഭാഗം നിയന്ത്രിക്കുന്നു. ബ്ലാക്ക് E6ലൂടെ ഫ്രഞ്ച് ഡിഫൻസ് തിരഞ്ഞെടുക്കുന്നു. ശക്തമായ പ്രതിരോധത്തിനാണ് ഈ ഓപ്പണിംഗ് പ്രശസ്തം. വൈറ്റ് മധ്യഭാഗത്ത് കൂടുതൽ നിയന്ത്രണം നേടുന്നു. ബ്ലാക്കും D5ലൂടെ കേന്ദ്രത്തെ വെല്ലുവിളിക്കുന്നു. വൈറ്റ് കുതിരയെ വികസിപ്പിക്കുന്നു. അതിനു മറുപടിയായി ബ്ലാക്ക് ബിഷപ്പിനെ B4ലേക്ക് കൊണ്ടുവന്ന് കുതിരയെ പിൻ ചെയ്യുന്നു. ഇത് ഫ്രഞ്ച് ഡിഫൻസിലെ വിനവേർ വേരിയേഷനാണ്. വൈറ്റ് ബിഷപ്പിനെ വികസിപ്പിക്കുന്നു. ബ്ലാക്ക് കുതിരയെ ബിഷപ്പ് ഉപയോഗിച്ച് പിടിക്കുകയും ചെക്ക് നൽകുകയും ചെയ്യുന്നു. വൈറ്റ് ബി പാവൻ ഉപയോഗിച്ച് ബിഷപ്പിനെ തിരിച്ചുപിടിക്കുന്നു. ബ്ലാക്ക് H6ലേക്ക് പാവനെ നീക്കുന്നു. ഇത് വലിയ ഭീഷണിയൊന്നും സൃഷ്ടിക്കാത്ത ഒരു നീക്കമാണ്. വൈറ്റ് ബിഷപ്പിനെ A3ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ കിങ് സൈഡിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ബ്ലാക്ക് കുതിരയെ വികസിപ്പിക്കുന്നു. വൈറ്റ് ക്വീനെ E2ലേക്ക് കൊണ്ടുവന്ന് ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു. ബ്ലാക്ക് മധ്യഭാഗത്തെ പാവനെ പിടിക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ ഉപയോഗിച്ച് പാവനെ തിരിച്ചുപിടിക്കുന്നു. ബ്ലാക്ക് കുതിരയെ വികസിപ്പിച്ച് പ്രതിരോധം ശക്തമാക്കാൻ ശ്രമിക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നു. ബ്ലാക്ക് B6ലേക്ക് പാവനെ നീക്കുന്നു. പക്ഷേ ഇതാണ് അടുത്ത വലിയ പിഴവിന് വഴിയൊരുക്കുന്നത്. ഇപ്പോൾ അതിമനോഹരമായ തന്ത്രം. വൈറ്റ് ക്വീനെ E6ലേക്ക് നീക്കി പാവനെ പിടിക്കുകയും ചെക്ക് നൽകുകയും ചെയ്യുന്നു. ഇതൊരു ക്വീൻ ബലിയാണ്. ബ്ലാക്ക് ക്വീനെ പിടിക്കുന്നു. ഇപ്പോൾ ബ്ലാക്ക് വിജയിച്ചുവെന്ന് തോന്നും. പക്ഷേ ഇതാണ് മുഴുവൻ പ്ലാൻ. വൈറ്റ് ബിഷപ്പിനെ G6ലേക്ക് നീക്കുന്നു. ചെക്ക്മേറ്റ്. ബ്ലാക്കിന്റെ കിങ്ങിന് ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ക്വീൻ ബലിയിലൂടെ ആരംഭിച്ച ആക്രമണം മനോഹരമായ ചെക്ക്മേറ്റിൽ അവസാനിക്കുന്നു. ഇതായിരുന്നു ഫ്രഞ്ച് ഡിഫൻസിലെ ഒരു ക്ലാസിക് ട്രാപ്പ്. ചിലപ്പോൾ ഒരു ക്വീൻ ബലി പോലും ചെക്ക്മേറ്റിലേക്കുള്ള വഴിയാകുമെന്ന് ഈ ഗെയിം നമ്മെ പഠിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. കൂടുതൽ ചെസ് ഓപ്പണിംഗുകളും ട്രാപ്പുകളും പഠിക്കാൻ ചെക്ക്മേറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.